ഹായ് കൂട്ടുകാരെ, ആഡിയോസ് ആമിഗോ. മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും, നമ്മളെ സുരാജ് വണ്ണാർമൂട് ചേട്ടനും ആസിഫ് അലിയും ചേർന്ന് അഭിനയിക്കുന്ന പുതിയ ഫിലിം. സിനിമയുടെ പേരുമായിട്ട് തന്നെ ഗുഡ് ബൈ മൈ ഫ്രണ്ട്, ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ജോയ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ഒരു വൺ ടൈം വാച്ചബിൾ ഒരു ആവറേജ് പടം. പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു നമ്മളെ സാഗർ കോട്ടപ്പുറം അതല്ലാന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ക്യാരക്ടർ തോന്നിയത്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നഹാസ് നാസർ, റിട്ടൺ അജി പീറ്റർ, ആൻഡ് മ്യൂസിക് കോബി സുന്ദർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെയ്ക്സ് വിജോയ്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫ്, ആൻഡ് സിനിമാറ്റോഗ്രാഫി ജിംസി കാൽ. അപ്പോൾ അങ്ങനെയുള്ളത് സംഭവം വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒറ്റ തവണ കാണാൻ പറ്റുന്ന ഒരു പടം. അങ്ങനെ മസ്റ്റ് വാച്ചബിൾ അങ്ങനെയൊന്നുമില്ല, കണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. പിന്നെ സുരാജ് വണ്ണാർമൂട് ആസ് യൂഷ്വൽ ഈ ഒരു ക്യാരക്ടർ, ആ ചങ്ങായി ടൈമിൽ ഭദ്രം. ആസിഫലി ആ ഒരു ബോഡി ലാംഗ്വേജെ മാറ്റി ബോസേ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മോശമില്ല, കണ്ടിരിക്കുക. പിന്നെ കുറച്ച് ലെങ്ത് ഇച്ചിരി കൂടുതലാണ് ഈ പടത്തിൻ്റെ, 2.25 മണിക്കൂർ സംതിങ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലത്തിന് ശേഷം ഒരു ഫൺ ബേസ്. ഇതിൻ്റെ മെയിൻ ഒരു ചെറിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടീശ്വരനായ ഒരു പൈസക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒരു പാവപ്പെട്ടവൻ്റെ ഒരിതും. ഇപ്പോൾ കോടീശ്വരനായ ഒരാൾക്ക് ഒരു 1000 രൂപ ചില ടൈം മറിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ചെറിയൊരു ഹിൻഡ്. പിന്നെ ഇതിൻ്റെ ഒരു എൻഡിങ് ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. അവർ ചിരിയിലാണ് ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് പറയുന്നുണ്ടോ ഈ ബോസേ. അതൊരു ചെറിയ ഡൗട്ടുണ്ട്. പിന്നെ സുരാജ് വണ്ണാർമൂട് ഇങ്ങനെ ഒപ്പിച്ചങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ആ ഫിലിം അവിടെ കൊണ്ടുപോയിട്ട് എൻഡാക്കി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ വെച്ച് ഈ സിനിമ അയ്യോ കാണാനേ പറ്റൂലപ്പാ, അങ്ങനെയൊന്നുമില്ല. ഒരു തവണ കണ്ടിരിക്കുക. അങ്ങനെയും പറയാനും പാടില്ല. ഇങ്ങനെ ഇത് മസ്റ്റ് വാച്ചബിൾ ഒരു ഫിലിമാണ് അങ്ങനെയും ഞാൻ പറയില്ല. ഒരു തവണ ആവറേജ് പടം, വൺ ടൈം വാച്ചബിൾ ഫിലിം. ഇതിൻ്റെ അപ്പുറത്ത് വേറെയൊന്നും എന്നെക്കൊണ്ട് പറയാൻ കഴിയില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. സോ ഓക്കെ ഗൈസ്.